ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ പർച്ചേസിങ് വ്ളോഗാണ്. അപ്പം എൻ്റെ ബർത്ത്ഡേ ആണ് എപ്പോഴൊന്നും ഞാൻ പറയുന്നില്ല. അന്നത്തെ വ്ളോഗ് ഞാൻ വേറെ ഇടും. അപ്പോൾ നമ്മളിപ്പം തലശ്ശേരിയിൽ പോവാണ്. ബർത്ത്ഡേൻ്റെ പർച്ചേസിങ് വീഡിയോ ആണ്. എപ്പോഴാണ് ഗസ് ചെയ്യാൻ പറ്റുക നിങ്ങളൊന്ന് ഗസ് ചെയ്യും. ആപ്പിളാണ്. ഡേറ്റ് എത്രയാണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് അറിയുന്നവർ മീൻസ് ഗസ് ചെയ്യും. എൻ്റെ ചില ഫ്രണ്ട്സിനറിയാം. ഫ്രണ്ട്സ് തൽക്കാലത്തേക്ക് കമൻറ്റ് ഉണ്ടാവും. വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യും. ഇത് ബർത്ത്ഡേ ആപ്പിളാണ്. ഡേറ്റ് ഞാൻ എന്തായാലും പറയത്തില്ല. അന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ വേറെ ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ കമൻറ്റ് ഇട്ടോളൂ. നമ്മളിപ്പോൾ തലശ്ശേരി സെഞ്ചുറിയിലായിരിക്കും പോകുന്നത്. തലശ്ശേരിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് സെഞ്ചുറിയിലായിരിക്കും. നോക്കാം. അപ്പം ഷോപ്പിന് പോകുന്ന വഴിക്കാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് സെഞ്ചുറിയിലാണ്. സെഞ്ചുറിയിൽ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ആൻറ്റിയും വരുന്നുണ്ട് എന്നുള്ളത്. എൻ്റെ ആൻറ്റി കടമ്പൂരിൽ നിന്ന് വരുമായിരുന്നു. അതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത്. അതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു അവരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ ആൻറ്റി ഇവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ആക്കി. അധിക സമയമൊന്നും വേണ്ടിയിരുന്നില്ല. ആൻറ്റി പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം മാത്രം നമ്മളവിടെ സോഫ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമ്മളിരുന്ന് വെയിറ്റ് ചെയ്തു. അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ചങ്സിനെയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരുടെ മുടിയൊക്കെ മുറിച്ച് ലുക്കായിട്ടുണ്ട്. എൻ്റെ ഇനി മുടി മുറിക്കാൻ പോകുന്നേയുള്ളൂ. അപ്പോൾ അതൊക്കെ അവർ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് അവരെന്ന് വെച്ചാൽ ഭയങ്കര ചങ്സാണല്ലോ. അപ്പോൾ അവർക്ക് കളിക്കാനൊക്കെ ഒരാളായതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അവരാണ് ഇപ്പോൾ മുന്നിലെന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കൂടുന്നത്. നമ്മൾ ആദ്യം പോയത് ഇവരുടെ ഡ്രസ്സ് എടുക്കാനാണ്, അവ്യാൻ്റെയും അരുണിൻ്റെയും. അങ്ങനെ ആൻറ്റിയും അമ്മയും രണ്ടാളും കൂടി ഓരോ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവ്യാൻ അവിടുന്ന് കുറേ ഡ്രസ്സ് നോക്കി ഒരു ഡ്രസ്സ് സെലക്ട് ആക്കി. ആൻറ്റിക്കും അരുണും അത്ര വലിയ ഡ്രസ്സൊന്നും അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അടുത്ത കടയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മൾ പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു ഡ്രസ്സ്. ഇതൊന്നല്ല, ഞാൻ ഫുള്ളൊന്നും കാണിച്ചിട്ടില്ല. അവിടെ നോക്കുന്ന കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചെന്നു മാത്രം. പിന്നെ ഇവിടെ നിന്ന് ഒന്ന് എൻ്റെ അതിനെ സെലക്ട് ആക്കിയിട്ടുണ്ട്. ആരൂടിന് വേറെ കടയിൽ നിന്നാണ് നമ്മൾ സെലക്ട് ആക്കിയത്. നമ്മൾ ആദ്യം പോയത് സെഞ്ചുറിയിലാണല്ലോ. അപ്പോൾ അവിടുത്തെ കളക്ഷനാണ് ഇതൊക്കെ. ഞാനും നോക്കുന്നുണ്ടായിരുന്നു. അവർ നോക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് വേറെ നോക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ക്രോപ്പ് ടോപ്പ് വേണം. അപ്പം ഞാൻ അതിനുള്ള നോക്കലായിരുന്നു. ഇവിടെ ഹാങ്ങിങ്ങിലൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ക്രോപ്പ് ടോപ്പിൻ്റെ ഇതിലായിരുന്നു ഞാൻ കുറച്ച് സമയം അതിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ക്രോപ്പ് ടോപ്പ് മാത്രമല്ല, ഹാങ്ങിങ്ങിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കുറേ ഡ്രസ്സിൻ്റെ പാൻസ് ആയാലും എന്തായാലും ഒക്കെ. ഞാൻ ഒരു പാൻറ്റ് സെലക്ട് ചെയ്തു. പാൻറ്റ് ട്രയലാക്കി. കുഴപ്പമില്ലാത്ത വിധം ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ അത്ര വലിയ ഇഷ്ടമാകാത്തതുകൊണ്ട് അതും ഞാൻ എടുത്തില്ല. അതും അവിടെ തന്നെ വെച്ചു. ഇവിടെ ഭയങ്കര ബോറടിയാണ്. എനിക്ക് നിന്നിട്ട് കാലടങ്ങിയ പ്രാവശ്യം ഇവിടെ വന്നത്. ഇവിടെ ആണെങ്കിൽ അതിനപ്പുറത്ത് ബോറടി. ഇവിടെ ആരുമില്ല മീൻസ് എനിക്കറിയുന്ന ആരുമില്ല. എന്നാൽ മാത്രമല്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവർ ഡ്രസ്സ് എടുക്കുക. അമ്മയും ആൻ്റിയാണ് ഇപ്പോൾ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ എടുത്തൊരു ഡ്രസ്സ് അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. ഡ്രസ്സ് ഏതാണെന്നൊക്കെ ഇപ്പോൾ കാണാം. അത് ഞാൻ ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സ്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് നല്ല ഉണ്ടായിരുന്ന ഡ്രസ്സാണ്. അത് എനിക്ക് നല്ല ഇഷ്ടം. അത് ഞാൻ ആദ്യം നോക്കി വെച്ചതാണ്. പിന്നെ ഞാൻ വേറെ ഡ്രസ്സ് നോക്കിയപ്പോൾ അത് ഞാൻ അവിടെ വെച്ചു. പക്ഷെ വീണ്ടും ഞാൻ അതിൽ തന്നെ പോയി. ഇതൊക്കെ രസമുണ്ടായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായി എനിക്കറിയാം. ഇപ്പോൾ അമ്മ ആൻറ്റി എടുക്കുന്നു. ഓരെടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഞാനിവിടെ സോഫ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ അറിയില്ല, ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. ഒരു സോഫ ഉണ്ടായിരുന്നു, അവിടെ ഇരിക്കുക. എനിക്കൊന്ന് പോയാലോ എന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു എണീക്കാൻ കഴിയില്ല. എനിക്ക് ഇങ്ങനെ വേണ്ട ഇരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. സോ ഞാൻ ഇങ്ങോട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ട് വന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് തന്നെ പരതും നമുക്കറിയില്ല. എടുത്തിട്ട് കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എടുക്കുമായിരിക്കും. എന്തായാലും നമുക്ക് കിട്ടണം. പക്ഷെ എനിക്ക് എണീക്കാൻ കഴിയില്ല. എന്നാൽ എൻ്റെ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് പരക്കുപ്പായിന്ന് കളിക്കുന്നുണ്ടാവും. ആരും അഭിയാനും. പക്ഷെ ആരെയും കാണുന്നില്ല. എന്നാൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അവിടെ തന്നെ ഉണ്ടോ, അല്ലാണ്ട് എവിടെയും പോകത്തില്ല. അപ്പം എനിക്ക് ബോറടിച്ചിട്ട് ഞാൻ കുറച്ച് സമയം അവിടെ സോഫയിൽ പോയിരുന്നപ്പോൾ അതിനേക്കാളും ബോറടിയാണ്. ഇപ്പം നമ്മൾ ആൻറ്റീൻ്റെയും അമ്മേൻ്റെയും ഡ്രസ്സാണ് എടുക്കുന്നത്. അവരവിടെ ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ പോയത്. കുറേ ഡ്രസ്സ് ട്രയലാക്കി അതിനകത്ത് അവർ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആൻറ്റിയാണ് ഇപ്പോൾ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഡ്രസ്സ് എടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ ഡ്രസ്സും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ അല്ല, നമ്മളിതിന് അമ്മയ്ക്കും ആൻറ്റിക്കും സെലക്ട് ചെയ്യുന്ന മുന്നേ എൻ്റെ ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ ഡ്രസ്സൊക്കെ അവർ കാണിച്ചു തന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ഒന്നും ഇഷ്ടമായിട്ടില്ല. ഗൗൺ മോഡലും അതേപോലെ തന്നെ ട്രഡീഷണൽ മോഡലും ഉണ്ടായിരുന്നു. ട്രഡീഷണൽ മോഡലായാലും ഗൗൺ മോഡലായാലും പിന്നെ കുറേ ഡിഫറെൻറ്റ് മോഡലായാലും എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒരു ഡ്രസ്സും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് ഏതാണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം. അത് ഞാൻ ഇതിൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല. എന്തായാലും ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ നമ്മൾ ഷോപ്പിംഗ് അവിടുത്തെ സെഞ്ച്വറിയിൽ നിന്നുള്ള ഡ്രസ്സിൻ്റെ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതിന് മുന്നേ ജ്യൂസ് അടിച്ചിട്ട് പോകാൻ വിചാരിച്ചത്. ജ്യൂസ് കുടിച്ചു. എന്തായാലും അപ്പാണ് മര്യാദയ്ക്കൊന്ന് ആശ്വാസമായിരുന്നു. തണുത്തതായതുകൊണ്ട് കുറച്ചുകൂടി കുറച്ചുകൂടി ആശ്വാസം ഉണ്ടായിരുന്നു കുടിച്ചപ്പോൾ. അപ്പോൾ ഇതൊക്കെ കുടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് കടയിൽ പോകണം. ബിക്കോസ് എനിക്ക് ഇനിയും ഡ്രസ്സ് എടുക്കാനുണ്ട്. അതേപോലെ ആരൂട്ടൻ്റെ ഡ്രസ്സും എടുക്കാനുണ്ട്. അപ്പം ഇതിനുള്ള ഒക്കെ കാര്യങ്ങൾ നമ്മൾ അടുത്ത ലുലുവിലാണ് പോകുന്നത്. ഇത്രയും നേരം നമ്മൾ ഇവിടെ നിന്നിട്ടും നമുക്ക് എല്ലാവർക്കുള്ള ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത കടയിൽ ലുലുവിൽ പോയി. ലുലുവിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ ലുലുവിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ സ്കൂളിലത്തെ ഒരു ടീച്ചറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറൊക്കെ കണ്ട് സംസാരിച്ച് അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പം എൻ്റെ ഡ്രസ്സ് ഞാൻ ട്രയലാക്കി. എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് കിട്ടി. ഓക്കെ മീൻസ് ഞാൻ ഇവിടുന്ന് 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഒരു ഫ്രോക്ക് പോലത്തതും ഒരു ഗൗണും അതേപോലെ തന്നെ ഒരു ഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഡ്രസ്സ് നോക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഇവർ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഡ്രസ്സ് നോക്കുമായിരുന്നു. അപ്പം ഞാൻ ആ സമയം വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചുരിദാർ താഴെ ആയതുകൊണ്ട് ചുരിദാറിൻ്റെ താഴത്തെ സെക്ഷനിൽ പോയപ്പോൾ എനിക്ക് വെറുതെ ബോറടിച്ചത്. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു അവിടുന്ന്. എനിക്ക് ഭയങ്കര ടയർഡാണ്. ഞാൻ എന്തായാലും ആടെ ഇരിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ 2 അനിയന്മാരും ഓൾറെഡി ആടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മളിടക്ക് ഒന്ന് വെറുതെ അടിയൊക്കെ കൂടും മീൻസ് ഭയങ്കര ചെറുതായിട്ടൊന്ന്. അപ്പോൾ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതായിരുന്നു. എന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഇറങ്ങാറൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എടുത്തു വീഡിയോസൊക്കെ. അപ്പോൾ അവിടുത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. എൻ്റെ ബർത്ത്ഡേ ഗസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ ഇട്ടോളൂ. ഇതെപ്പോൾ അപ്ലോഡ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് നെറ്റ്വർക്കിൻ്റെ നല്ല ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ ഇവിടെ. അങ്ങനെ ലുലുവിൽ ഞാൻ ഒരു ബില്ല് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടിരുന്നു. പിന്നെ നമ്മൾ KFC ഒക്കെ കഴിച്ചിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ബൈ.